ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദാലിക ജസൈനാഹും ബിമാ കഫറു വഹൽ നുജാസി ഇല്ലൽ കഫൂർ അത് പറഞ്ഞല്ലേ. വജഅൽനാ ബൈനഹു വബൈനൽ ഖുറ അല്ലതി ബാറക്നാ ഫീഹാ ഖുറൻ ളാഹിറ വഖദ്ദർനാ ഫീഹാ അസ്സൈർ സീറു ഫിഹ ലയാലിയ വഅയ്യാമൻ ആമിനീൻ അതൊക്കെ പറഞ്ഞല്ലോ അല്ലേ. ഫഖാലു റബ്ബന ബാഇദ് ബൈന അസ്ഫാരിന വളമു അൻഫുസഹും ഫജഅൽനാഹും അഹാദീസ വമസ്സഖ്നാഹും കുല്ല മുമസ്സഖ് ഇന്ന ഫി ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ഷകൂർ. സബ്ബാരിൻ ഷകൂർ ഹദീസ് നമ്മൾ റബ്ബന ബാഇദ് ബൈന അസ്ഫാരിന അല്ലേ, വളമു അൻഫുസഹും അതൊക്കെ പറഞ്ഞല്ലേ. ഫജഅൽനാഹും അഹാദീസ വമസ്സഖ്നാഹും കുല്ല മുമസ്സഖ് പിന്നെ സബ്റും ശുക്റും വന്നതും പിന്നെ അംർ ബിൻ ആമിറിൻ്റെ കഥ സംഭവം അല്ലേ. അത് നമുക്ക് അവിടെ മസ്സഖ്നാഹും ഫജഅൽനാഹും അഹാദീസ ഈ നാടിൻ്റെ ഗോത്രത്തിൻ്റെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകർക്കൊരു സംസാര വിഷയമാക്കി. പറഞ്ഞാൽ ആളുകൾക്ക് ഗുണപാഠം സ്വീകരിക്കാൻ, ആളുകൾക്ക് പിന്നെ ഉപദേശമായി പരിണമിക്കുന്ന ഒരു വർത്തമാനമാക്കി മാറ്റി നിർത്തും. അത് ഒരൊറ്റ പ്രളയത്തിലൂടെയാണത് സംഭവിപ്പിച്ചത്. ഒരു വിഭാഗം ആളുകൾ, ഒരു ജനത ഒന്നിച്ച് ഒരിടത്ത് എല്ലാവിധ സമ്പൽ സമൃദ്ധിയിലും കഴിഞ്ഞിരുന്നവരാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ ജലപ്രവാഹത്തിലൂടെ അവരെ എന്താക്കി ചരിത്രമാക്കി മാറ്റി. അതാണ് ഇല്ലല്ലേ. അതിൻ്റെ വിഷയം നമ്മൾ ഇവരുടെ അണക്കെട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. സദ്ദു മഅറബ് എന്ന് പറയുന്ന അണക്കെട്ട് ശക്തമായിരുന്നു. അതിൻ്റെ നിർമ്മിതി വളരെ കൃത്യവും കണിശവുമായിട്ടൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എലികളെയാണ് നിയോഗിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. എലികളെ. അപ്പോൾ ഈ എലികൾ ചെന്നിട്ട് ഇത് തുരക്കാൻ തുടങ്ങി, ഇവരുടെ ഈ അണ. അവരത് ശ്രദ്ധിച്ചു. അപ്പോൾ അവർ പൂച്ചനെ വളർത്തി, പൂച്ചനിട്ട് ആ ഭാഗങ്ങളിൽ പൂച്ചനെ വെച്ചു. പക്ഷേ പിന്നീട് അവർ കാണുന്നത് പൂച്ചനെ എലി എന്ത് ചെയ്യണമാണ്, തോൽപ്പിക്കണമാണ്. കാരണം പൂച്ചകൾക്ക് ഇവരെ ഇതാക്കാൻ പറ്റിയില്ല. അപ്പോൾ ചിലരൊക്കെ ഇതിൻ്റെ അപകടം മണത്തു. ഇങ്ങനെ എലികൾ നമ്മുടെ ഈ അണ തുറന്നിട്ടുണ്ട് എങ്കിൽ അതിലും മാളങ്ങൾ സൃഷ്ടിക്കുകയാണല്ലോ, അതിൻ്റെ ഭദ്രതയെ ബാധിക്കും. അപ്പോൾ ഈ അംർ ബിൻ ആമിർ എന്ന് പറയുന്ന സബയിലെ ഒരു നേതാവ്, അയാൾ ഇത് പെട്ടെന്ന് വായിച്ച് വിഷയം. അപ്പോൾ അയാൾക്ക് എങ്ങനെയെങ്കിലും അയാളുടെ ആ ഭൂമി അവിടെ ഉള്ളത് ഈ സബുകാരുടെ പെരടിക്ക് ഇട്ടിട്ട് മൂപ്പർക്ക് അവിടുന്ന് പോകണം. അതാണ് മൂപ്പരുടെ വിഷയം. അങ്ങനെ മൂപ്പരുടെ ഇമാം ഇബ്നു കസീർ ബിദായയിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ഈ സംഭവം സുയൂത്തി അദ്ദുറുൽ മൻസൂറിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അംർ ബിൻ ആമിർ സ്വന്തം സഹോദരൻ മരിച്ചിരുന്നു. സഹോദരൻ്റെ പുത്രനെ വിളിച്ചിട്ട് പറയാണ്, ഇന്ന് ഞാൻ ആളുകളുമായിട്ട് ക്ലബിൽ കൂടിയിരിക്കുന്ന സമയം വൈകുന്നേരം നീ വരണം. നീ വന്നിട്ട് പിതൃവരെ എൻ്റെ സ്വത്ത് എനിക്ക് തരണം, ബാപ്പാൻ്റെ സ്വത്ത് നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുകയാണ്, അതെനിക്ക് തരണം എന്ന് നിങ്ങൾ എന്നോട് പറയണം. അല്ല, മകനോട് പറയാണ്, നീ വന്നിട്ട് പറയണം, സഹോദരപുത്രനോട് പറയണം, എൻ്റെ സ്വത്ത് എനിക്ക് തരണം. അപ്പം ഞാനതിനെ നിഷേധിക്കും, ഞാൻ കളവാക്കും. അങ്ങനെ ഒരു സ്വത്തും എനിക്ക് തരാനില്ല, എൻ്റെ വാപ്പൊന്നും നിന്നെ ഏൽപ്പിച്ചിട്ടുമില്ല എന്ന് ഞാൻ പറയും. അപ്പോൾ ഞാൻ നിന്നെ കളവാക്കുമ്പോൾ നീ എന്നെ കളവാക്കണം, നീ എന്നെ കളവാക്കുമ്പോൾ ഞാൻ നിന്നെ ശകാരിക്കും, അപ്പോൾ നീ എന്നെ ശകാരിക്കണം, നീ എന്നെ ശകാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ മുഖത്തടിക്കും, ഞാൻ നിൻ്റെ മുഖത്തടിച്ചാൽ നീ എൻ്റെ മുഖത്തടിക്കണം. അപ്പോൾ ഇയാൾ പറഞ്ഞില്ല, പിതൃവരെ ഞാൻ അതിന് കഴിയൂല, ഞാൻ വരില്ല എന്ന് പറയണം. അപ്പോൾ പറയാണ്, ഉരീദു സലാഹക് വസലാഹലി ബൈത്തിക്, ഞാൻ നിനക്ക് നന്മയാണ് ഉദ്ദേശിക്കുന്നത്, എൻ്റെ കുടുംബത്തിന് നന്മയാണ് ഉദ്ദേശിക്കുന്നത്, നിനക്ക് നല്ലത് കിട്ടണോ എങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്തു. ഇതൊരു അഭിനയമാണല്ലോ. അങ്ങനെ പ്രദോഷത്തിൽ ഇവൻ വരികയാണ്. വന്നിട്ട് ചോദിക്കുകയാണ്, ലിമ ഹബസ്ത അലയ്യ മാലി, എൻ്റെ സ്വത്ത് നിങ്ങളുടെ അടുത്തുണ്ട്, എന്തിനാ എനിക്ക് തരാതിരിക്കണം, നിങ്ങൾ എന്തിനാ പിടിച്ചു വെക്കണം? അപ്പോൾ ഇയാൾ നിഷേധിച്ചു, എൻ്റെ വാപ്പ ഒന്നും നിന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു.
പിന്നെ കളവാക്കിയപ്പോൾ മകനും കളവാക്കി. അപ്പോൾ ഈ എളാപ്പ ശകാരിച്ചു, അപ്പോൾ മകനും ശകാരിച്ചു. അപ്പോൾ എളാപ്പ കരണത്തടിച്ചു, അപ്പം അവനും കരണത്തടിച്ചു. അപ്പോൾ ആളുകളോട് പറഞ്ഞ്, നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് എൻ്റെ കരണത്തടി കിട്ടിയത്, നിങ്ങളുടെ നേതാവായിട്ട് ഞാൻ എങ്ങനെ നിങ്ങൾക്കിടയിൽ കഴിയും, ഇനി ഞാൻ നിങ്ങളോടൊത്ത് താമസിക്കൂല അറിയാം. അപ്പോൾ അയാൾ പിന്നെ ഞാനിവിടെ വിട്ടു പോവുകയാണ്. മൈ യശ്തരി മിന്നി ദൂരി വ അർദി വ മാലി, ഞാനിവിടെ വിട്ടു പോവുകയാണ്. എൻ്റെ ഭൂമി, എൻ്റെ വീടുകൾ, വ അക്കാരി, അക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജംഗമവസ്തുക്കളുടെ അല്ല, ഇതൊക്കെ ആരാണ് വാങ്ങണത്, ഞാൻ വിൽക്കാൻ പോവുകയാണെന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ ഈ നാട് വിടുകയാണ്, കാരണം ഇനി നിങ്ങൾക്കിടയിൽ ഞാൻ എങ്ങനെ കഴിയും എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ആളുകൾക്ക് ആവശ്യമുള്ള സ്ഥലമാണ്, കാരണം അത്രയും പിന്നെ ഫലഭൂയിഷ്ടമായിട്ടുള്ള സ്ഥലമല്ലേ. അപ്പോൾ ആളുകളത് വാങ്ങി, വേഗം ആളുകൾ വാങ്ങി. ഇയാളുടെ സമ്പാദ്യം കാശും വാങ്ങിയിട്ട് പിന്നെ മൂപ്പര് ഇവിടുന്ന് പോവുകയാണ്. പോകുമ്പോൾ പിന്നെ മൂപ്പര് ആളുകളോട് പറയാണ്, അണയുടെ വിഷയം ചൂണ്ടിയിട്ട്, നമ്മളുടെ കാലം പിന്നെ ഇവിടെ തീരാൻ പോവുകയാണ്, കാരണം പെട്ടെന്നൊരു നാശത്തിന് വിധേയമാകാൻ പോവുകയാണ് നമ്മൾ, അതുകൊണ്ട് ഞാൻ ഇവിടെ വിടുകയാണ്, നിങ്ങളും വിട്ടോളിയുമെന്ന് പറയണം. അയാളാണ് ഈ സൂചന കൊടുത്തിട്ട് മൂപ്പരവിടുന്ന് പോണത്. അങ്ങനെയാണ് ഇവരെന്ത് ചെയ്യണത്, അപകടം മണത്തിട്ട് ഈ സബഹ് ഗോത്രം അയാൾ പറയാണ് ഇവരോട്, ആർക്കാണോ ഒട്ടകങ്ങളെ, നല്ല ശക്തിമത്തായ ഒട്ടകം വേണ്ടത്, നല്ല യാത്ര വേണ്ടത്, നല്ല ഭവനങ്ങൾ വേണ്ടത്, അവർ ഒമാൻ പിടിച്ചോളി. ഒമാൻ എന്നാണ് ഇന്നത്തെ ഒമാൻ്റെ ഭാഗം. ഒമാൻ പിടിച്ചോളി. ആർക്കാണോ ഹംറും ഹമീറും അസീറും വേണ്ടത്, അവർ ബുസറ പിടിച്ചോളി. ഹംറ്, ഹമീർ, അസീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യവും പാനീയങ്ങളൊക്കെ വേണ്ടത്, അവർ ബുസ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഷാമിൻ്റെ ഭാഗം, ഇറാഖിലുള്ള ആ ഭാഗം. ആർക്കാണോ നല്ല നഖീലുണ്ട്, ഈത്തപ്പനകളും മറ്റും വേണ്ടത്, അവർ യസരിബ് പിടിച്ചോളി എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ ഒരു വാപ്പാൻ്റെ മക്കളെന്ന പോലെ ഈ സമ്പൽ സമൃദ്ധിയിൽ തോട്ടത്തിൽ കഴിഞ്ഞ ആളുകളൊക്കെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ വിടുകയാണ്. ഒരു വിഭാഗം ഒമാനിലേക്ക് പോയി, അവരാണ് അസ്ദ്, ബനു അസ്ദ്. മറ്റൊരു വിഭാഗം ഷാമിൻ്റെ ഭാഗത്തേക്ക് പോയി, അവരാണ് ഖസ്സാൻ. പിന്നെ ഒരു വിഭാഗം ബനു ഖാബ് ഇബ്നു അംറും അൽ ഔസ് വൽ ഖസ്റജ്, ഇവരാണ്. അവരെവിടെ പോയത്, അവർ യസ്രിബിലേക്ക് പോയി. മദീന ആയിട്ടില്ല, യസ്രിബിലേക്ക് പോയി. അങ്ങനെ ആ പോകുന്ന വഴിയിൽ ഔസും ഖസ്റജും മദീനയിലേക്ക് എത്തി. ബനു ഖാബ് ഇബ്നു അംർ അവർ വഴിയിൽ തിഹാമയിൽ വഴിയിൽ എന്ത് ചെയ്തു, പിന്നെ യസ്രിബിലേക്ക് എത്തുന്നതിന് മുമ്പ് മക്ക വിട്ടതോടുകൂടിയ ഈ തിഹാമയുടെ ഭാഗം അവർ അവിടെ നല്ല സ്ഥലമായിട്ട് കണ്ട്. അവർ പറഞ്ഞു, എന്തിനാ നമ്മൾ ഇനി അങ്ങോട്ട് പോകണം, ഇവിടെ കഴിയാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവർ വഴിയിൽ തങ്ങി. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ നിന്ന് അവർ വഴിയിൽ തങ്ങിയതുകൊണ്ട് അവർ ഇൻഹസഉ, കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞത് കാരണത്താൽ അവർക്കാണ് ഖുസാ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ചരിത്രത്തിൽ കേൾക്കുന്ന ഖുസാ ഗോത്രം. അൽ ഖുസാഇ എന്നൊക്കെ പറയുന്നത് ഇവരിലേക്ക് ചേർത്താണ്. അംർ ബിനു ലുഹൈ അൽ ഖുസാഇ, ഇവരൊക്കെ ഖഹ്താനികളാണ്. ഇവരെന്ത് ചെയ്തു, ഔസ് ഖസ്റജ് ഗോത്രത്തെ യാത്ര തുടരാൻ വിട്ടിട്ട് ഇവർ വഴിയിൽ തങ്ങി മക്കയോടടുത്ത്. അൽ ഖുസാ ഇവർ ശരിക്കും ബനു കാബ് ബിൻ അംർ എന്ന് പറയുന്ന ഈ സഭയിലെ ഈ വിഭാഗം ഗോത്രക്കാരാണ് ശരിക്കും ഖുസാ. അവർ കൂട്ടത്തിൽ നിന്ന് പിന്തിരിഞ്ഞത് കൊണ്ടാണ് ഇവർക്ക് ആ പേര് വന്നത്. ഇവർ പിന്നെ മക്കയുടെ സ്ഥാനം, ഇവർ മക്കയുടെ അയലോക്കത്ത് പാർത്തിട്ട് എന്ത് ചെയ്തു, മക്കയുടെ സ്ഥാനം ഇവർ വന്ന് മക്കയുടെ നേതൃത്വത്തിൽ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം ജുർഹും ഗോത്രം കഴിഞ്ഞിട്ട് പിന്നെ മക്ക ഭരിക്കുന്നത് ഖുസായാണ്. ഈ ഖുസാ ഗോത്രത്തിലേക്ക് ചേർത്താണ് അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ. അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ ആരാ? ആദ്യമായിട്ട് കഅബയിൽ വിഗ്രഹം കൊണ്ടുവന്ന ആൾ, ആദ്യമായിട്ട് അറേബ്യയിൽ വിഗ്രഹം കൊണ്ടുവന്ന ആൾ. വദ്, സുവാ, യഹൂസ്, യഊഖ്, നസർ ഇതൊക്കെ കൊണ്ടുവന്നത് ആരാണ്? വിഗ്രഹമാക്കി കൊടുത്തത് ഈ അംർ ബിൻ ലുഹൈ അൽ ഖുസാഇയാണ്. അയാളാണ് തവാഫ് ചെയ്യുമ്പോൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക് എന്നുള്ള കൃത്രിമത്വമൊക്കെ കൊണ്ടുവന്നത് മൂപ്പരാണ്. ഈസാഫിന ഇല വിഗ്രഹങ്ങളെ കൊണ്ടുവന്നൊക്കെ പ്രതിഷ്ഠിച്ചതൊക്കെ മൂപ്പരാണ്. അത് ഖുസാ ഗോത്രം ഭയങ്കര ദുരന്തം ഉണ്ടാക്കിയത് കേട്ടോ അവർ. പിന്നെ ഏതായാലും അതാണ് ഉണ്ടായത്. അങ്ങനെ ഔസ് ഖസ്റജ് ഗോത്രം മദീനയിലെത്തി, അവർ യസ്രിബിലെത്തി. അവരാണ് അവിടെ താമസം ആക്കിയത്. പിന്നെയാണ് യഹൂദരൊക്കെ വരുന്നത്. ഈ ഔസ് ഖസ്റജ് ഗോത്രം യസ്രിബിൽ പാർക്കുന്നതിന് മുമ്പ് യസ്രിബിൽ ആളുകൾ പാർത്തിട്ടുണ്ട്. അമാലിഖ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളൊക്കെ പാർത്തിട്ടുണ്ട്. ഈ
സബയിൽ ഒറ്റക്കെട്ടായിട്ട് എല്ലാ സമൃദ്ധിയിലും സമാധാനത്തിലും ശുദ്ധിയിലും കഴിഞ്ഞിരുന്ന ഈ ആളുകൾ ഈജിപ്തിലേക്ക് പോയി, ഇറാഖിലേക്ക് പോയി, ഷാമിലേക്ക് പോയി, യസ്രിബിലേക്ക് പോയി, ഒമാനിലേക്ക് പോയി, യമൻ്റെ പല ഭാഗങ്ങളിലേക്കും പോയി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പറഞ്ഞില്ല, തയാമനത്ത് സിത്തത്തുൻ 6 വിഭാഗം യമനിൽ തങ്ങി. പിന്നെ തശാഅമത്ത് അർബഅത്തുൻ 4 വിഭാഗം ഷാമിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞില്ലേ. ഷാമിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യമൻ്റെ വടക്ക് ഭാഗത്തേക്ക് പോയി എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ സബയിനെ കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പോൾ നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത പിന്നെ ഒരു അദാബ്, ആ അദാബിന് അവർ അർഹരായത് അള്ളാഹു അത്രമേൽ അനുഗ്രഹം നൽകിയ അനുഗ്രഹങ്ങൾക്ക് അവർ കടുത്ത നന്ദികേട് കാണിച്ചത് കാരണത്താൽ മാത്രമാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞില്ലേ, റബ്ബന ബാഇദ് ബൈന അസ്ഫാരിന എന്നൊക്കെ അവർ പ്രാർത്ഥിച്ചത്. അസ്ഫാർ കുറച്ച് അടുത്ത് പോയി ഇതൊന്ന് ഞങ്ങൾക്ക് ദൂരം കൂട്ടിത്തരണേന്ന് പറഞ്ഞത്, അതൊക്കെ എത്ര നന്ദികേടിൻ്റെ വർത്താനാണ്. ഇന്ന് കാലങ്ങൾക്ക് പോലെയല്ല അന്ന് കാലങ്ങൾ. മരിപ്പറമ്പിലൂടെയുള്ള വിജനതയിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ ഈ ഖുറം ബാഹിറത്ത് അള്ളാഹു നിശ്ചയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരക്ഷിതമായിട്ടുള്ളൊരു യാത്രക്ക്, അതേപോലെ തന്നെ പട്ടിണിയും വറുതിയില്ലാത്തൊരു യാത്രക്ക് ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. രാവിലെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉച്ച സമയമാകുമ്പോഴത്തേക്ക് വിശ്രമിക്കാൻ ഒരു സ്റ്റേഷൻ, പിന്നെ വൈകുന്നേരം ഒരു സ്റ്റേഷൻ, അന്തി ഉറങ്ങാനൊരു സ്റ്റേഷൻ, ആ രീതിയിലൊരു വഴി അള്ളാഹു വന്ന ആളുകളിൽ ഇത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പല്ലേ തരപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അള്ളാഹിനോട് കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ അള്ളാഹു അസ്തഗ്ഫിറുല്ലാ അവർ പറയാണ് റബ്ബന ബാഇദ് ബൈന അസ്ഫാരിന. ഏതായാലും പിന്നെ അതാണ് അവരുടെ ആ നന്ദികേട് ഉണ്ടായത്. അതിന് അള്ളാഹു കൊടുത്ത ശിക്ഷയാണ് നമ്മൾ വായിക്കുന്നത്. ബാഇദ് നമ്മളെപ്പോഴും ദുആ ചെയ്യുന്ന ഒരു പ്രയോഗമാണല്ലോ. എവിടെ ദുആഉൽ ഇസ്തിഫ്താഹ് ദുആഉൽ ഇസ്തിഫ്താഹിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതായായ കമാ ബാഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ്ഖ അസ്സൗബുൽ അബീദു മിൻ അദ്ദനസ് അല്ലാഹുമ്മ ഇഗ്സിൽ ഖതായായ ബിൽ മാഇ വൽ ബർദി വസ്സൽജ്. പിന്നെ അവിടെ ആ ആയത്തിൽ തന്നെ മറ്റൊരു വിഷയം, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. നമ്മൾ അതിൻ്റെ അർത്ഥം പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ 4 സ്ഥലത്ത് ഈ പ്രയോഗം ഇതേപോലെ വന്നിട്ടുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. സൂറത്ത് ഇബ്രാഹിമിലും അതേപോലെ ലുഖ്മാനിലും സബയിലും ഷൂറയിലും 4 തന്നെയാണ് ഇതേ പ്രയോഗമാണ്, ആവർത്തിച്ച് വന്നിട്ടുള്ള പ്രയോഗമാണ്. അവിടെ ലിക്കുല്ലി സബ്ബാരിൻ ഷക്കൂർ എന്നാണ്. സബ്ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി ക്ഷമിക്കുന്നവെന്നാണ് അർത്ഥം. ഷക്കൂർ എന്ന് പറഞ്ഞാൽ നന്നായി നന്ദി കാണിക്കുന്നവെന്നർത്ഥം. അള്ളാഹു ശുക്റും സബ്റും പലപ്പോഴും ഒന്നിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ശുക്റിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്താഇമു ശാകിർ ലഹു മിസ്ലു അജ്രി സ്വാഇമി സാബിർ. എന്താ അത്താഇമു ശാകിർ എന്നാണ്. അത്താഇമു ശാകിർ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നവൻ. എങ്ങനെ ഭക്ഷണം കഴിക്കുന്നവൻ? അത്താഇമു ശാകിർ നന്ദി കാണിച്ച് ഭക്ഷണം കഴിക്കുന്നവൻ. തിന്നിട്ട് അൽഹംദുലില്ലാ എന്നൊക്കെ ചൊല്ലുന്ന ആളുണ്ടല്ലോ, ഇത് പടച്ചോൻ്റെതാണ് ഈ തിന്നണത്, ഇത് പടച്ചോൻ തന്നതാണ്, അൽഹംദുലില്ലാ എന്ന വിശ്വാസത്തിൽ എന്ന പറച്ചിലിൽ ഭക്ഷണം കഴിക്കുന്നവൻ ലഹു അവനുണ്ട് മിസ്ലു അജ്രി സ്വാഇമി സാബിർ ക്ഷമിച്ച് നോമ്പ് നോൽക്കുന്നവൻ്റെ കൂലി എന്നാണ്. അസ്വാഇം അസാബിർ. സാബിർ എന്ന് പറഞ്ഞാൽ ക്ഷമാലും, സായി എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നവൻ. ക്ഷമിച്ച് നോമ്പെടുക്കുന്നവൻ്റെ അതേ കൂലിയാണ് ആര്? തിന്നിട്ട് അൽഹംദുലില്ലാ പറയുന്നവൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാൾ അള്ളാഹു തന്നതാണ് ഞാൻ തിന്നുന്നത് എന്ന വിശ്വാസത്തിൽ തിന്ന് അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിന്നുന്നവനാണ് അത്താഇമു ശാകിർ. അവന് ക്ഷമിച്ച് നോമ്പെടുക്കുന്നവൻ്റെ കൂലി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയേണ്ടത്. പലപ്പോഴും തിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് ഭക്ഷണത്തിൻ്റെ കുറവും പോരായ്മയും പരിമിതിയായിരിക്കും പലർക്കും. അള്ളാഹു കാക്കട്ടെ, അസ്തഗ്ഫിറുല്ലാഹ്. ഏതായാലും ഈ ശുക്റും സബ്റും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചേർത്ത് പറയുന്ന വിഷയങ്ങൾ പലയിടത്ത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയിലുമുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് ലികുല്ലി സബ്ബാരിൻ ശകൂർ നന്നായി ക്ഷമിക്കുന്നവനും നന്നായി നന്ദി കാണിക്കുന്നവനും എന്ന് അള്ളാഹു പറഞ്ഞത്? നന്നായി ക്ഷമിക്കുന്നവനാണ് ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പറ്റുക. അവനക്കാണ് ജീവിതം ശരിക്ക്. നന്നായി ക്ഷമിക്കുന്നവൻ ഈ ദുനിയാവ് ഇത് ക്ഷമിക്കാൻ യോഗ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ്. ദുനിയാവിൽ ലാസിം സബർ
കാരണം അള്ളാഹു ഈ ദുനിയാവിലെ ജീവിതം അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. അള്ളാഹു സത്യം ചെയ്താൽ പറഞ്ഞത് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വവാലിദി വമാ വലദ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. അള്ളാഹു പല സത്യങ്ങൾ ചെയ്തിട്ടാണ് പറഞ്ഞത്. ജീവിതം ശരിക്കും സാഹസാണ്. യാ അയ്യുൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക ഖദ്ഹൻ ഫമുലാഖി. റബ്ബിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഇന്നക കാദിഹ് എന്നതാണ് നല്ല ജീവിതത്തോട് ഏറ്റുമുട്ടേണ്ട അവസ്ഥയാണുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നന്നായി ക്ഷമിക്കണം. ജീവിതത്തിൽ നന്നായി ക്ഷമിക്കുന്നവർക്ക് നന്നായി ശുക്ർ പ്രകാശിക്കാനും സാധിക്കണം. പഠിച്ചവൻ്റെ തൗഫീഖുണ്ടെങ്കിൽ തന്നെ അതിന് പറ്റുള്ളൂ. അങ്ങനെ ജീവിതത്തോട് പൊരുതി ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് പഠിച്ചോൻ ഈ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ഉൾക്കൊള്ളാനാകും ഈ ദൃഷ്ടാന്തം എന്നുള്ളതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അതുണ്ടായില്ല. ക്ഷമയുണ്ടായില്ല. അവർക്കൊരു പ്രയാസം വന്നപ്പോൾ ക്ഷമയുണ്ടായില്ല. അനുഗ്രഹം കിട്ടിയപ്പോൾ അവർക്ക് ശുക്രും ഉണ്ടായില്ല. ഇതല്ലേ, അതുകൊണ്ട് തന്നെ അവർ വേഗം തട്ടിപ്പടഞ്ഞ് ആമിർ പറഞ്ഞില്ലേ, ഞാൻ വിടുകയാണ് നിങ്ങളും വിട്ടോളി എന്ന് പറഞ്ഞില്ലേ, അവർ വേഗം പോവുകയാണ് ചെയ്തത്. ഈ അണയെ അവരതിൽ ദോരങ്ങൾ വീണൊക്കെ കാണുന്നുണ്ട്, എലികൾ പായണത് കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് പൂച്ചാളെ കൊണ്ടുവന്നിട്ട് അവിടെ വെക്കുകയാണ് ചെയ്തത്. അവർ ആ അണയെ ഒന്ന് ഭദ്രമാക്കാനുള്ള പരിപാടികളോ കാര്യങ്ങളോ എല്ലാം അവരിൽ നിന്നുണ്ടായത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങളായിരിക്കാണ് നന്നായി ക്ഷമിക്കുന്ന ക്ഷമ ഇതിനെ അനിവാര്യമാക്കും, ശുക്രിനെ അനിവാര്യമാക്കും. ക്ഷമ നല്ലോണമാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ശുക്രുള്ളവരായിരിക്കും. നന്നായി ക്ഷമിക്കുകയും നന്നായി അള്ളാഹ്ക്ക് നന്ദി കാണിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയണം അവർക്കാണ് ദൃഷ്ടാന്തം എന്ന്. ഈ സബയിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഈ ചരിത്രം പറഞ്ഞപ്പോൾ ലഖദ് കാന ലി സബഇൻ ഫി മസ്കനിഹിം എന്താണ് ആയത്തുൻ എന്നാണ് പറഞ്ഞത്. ആയത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദൃഷ്ടാന്താണ്. അവസാനം പറഞ്ഞത് എന്താ? ഇന്ന ഫി ദാലിക ല ആയാത്ത് എന്നാണ് പറഞ്ഞത്. ആയാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദൃഷ്ടാന്തങ്ങളാണ്. സബഇന് ആയത്ത്, ആ സബയിൽ തന്നെ ആയാത്ത്. സബകാർക്ക് ആയത്താണ്, എന്നാൽ സബകാരുടെ വിഷയത്തിൽ ആയാത്ത് എന്നാണ് പറഞ്ഞത്. ദൃഷ്ടാന്തങ്ങൾ. അതെന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബയിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റക്കെട്ടാണ്. വലിയൊരു നാട്, അതിൽ കുറേ ജനവിഭാഗങ്ങൾ, ധാരാളം വിവിധ ഗോത്രങ്ങൾ ഒന്നിച്ചാണ്, ഉപഗോത്രങ്ങൾ, കുടുംബം. സബ എന്ന ഒരു വലിയ കുടുംബത്തിൽ പിന്നെ പല വിഭാഗങ്ങളാണ്, ഒന്നിച്ചാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞത് അത് അവരുടെ ആ ഒത്തൊരുമയെ ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിനനുസരിച്ചുള്ള പ്രയോഗമാണ്. പക്ഷേ പ്രളയം വന്ന് അതോടുകൂടിയിട്ട് എന്തായി? അവർ ശിഥിലായി. നന്ദികേട് കാണിച്ചതോട് കൂട്ടിയിട്ട് അവർ ശിഥിലായപ്പോൾ പിന്നെ ആയത്തല്ല, പിന്നെ അള്ളാഹു പ്രയോഗിച്ചത് ആയാത്ത് എന്നാണ്. അത് അവരുടെ ശൈഥല്യത്തെയും അവർ ഛിന്ന ഭിന്നമായതിനെയാണ് അറിയിക്കുന്നത്. ഒന്നിച്ചായിരുന്നപ്പോൾ അവർ അന്യോന്യം കണ്ടുകൊണ്ടും ഒന്നിച്ചും. പക്ഷേ ഇത് നോക്കിയേ, അവർക്ക് ശിക്ഷ വന്നപ്പോൾ പിന്നെ ഒരു കൂട്ടർ ഇറാഖിലായി. രാവും പകലും കണ്ടിരുന്ന ആളുകളാണ്. ഒരു കൂട്ടർ ഇറാഖിലായി, വേറൊരു കൂട്ടർ ഈജിപ്തിലായി, വേറൊരു കൂട്ടർ ഷാമിലായി, വേറൊരു കൂട്ടർ യസ്രിബിലായി, പിന്നെ ഒരു കൂട്ടർ ഒമാനിലായി, പലരും യമനിൽ തന്നെ മറ്റ് പല ഭാഗങ്ങളിലുമായി. അതുകൊണ്ട് തന്നെ ആ ഒരു ശൈഥല്യം അതിനെ വായിക്കാനാണ് ഇങ്ങനെ ഈ ഒരു പ്രയോഗം എന്ന് തഫ്സീറുകളിൽ വന്നിട്ടുണ്ട്. ഒരു കൂട്ടരെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. പിന്നെ ഈ ആയാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അള്ളാഹു സബബ് ഗോത്രത്തെക്കുറിച്ച് പറഞ്ഞ് പിന്നെ അവർക്ക് വന്ന ശിക്ഷയെക്കുറിച്ച് പറഞ്ഞ് നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് പല ദൃഷ്ടാന്തങ്ങളാണ് അതിൽ വായിക്കാനുള്ളത്. ഒരു വിഭാഗത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ അതൊരായത്താണ്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ള വിഷയം ഒരായത്താണ്. നന്ദികേട് കാണിക്കുന്നവരും ഒരായത്താണ്. അങ്ങനെ ആയിട്ടുണ്ട് എങ്കിൽ അള്ളാഹിൻ്റെ ശിക്ഷ എങ്ങനെ വരും, ആ ശിക്ഷ വന്നാൽ എങ്ങനെ ഇരിക്കും ഒക്കെ നമ്മളതിൽ ഒക്കെ പറഞ്ഞല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല. ഫാർസൽന അലൈഹിം സൈല അരിം എന്നൊക്കെ പറഞ്ഞില്ലേ. വബദ്ദൽനാഹും ബി ജന്നതൈനി ദവാതൈ ഉക്ലിൻ ഖംതിൻ പിന്നെ വ അസ്ലിൻ വ ഷൈഇൻ മിൻ സിദ്രിൻ ഖലീൽ എന്നൊക്കെ പറഞ്ഞില്ലേ. കുറേ ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ആ സഭയിലെ ആളുകൾക്ക് പിന്നീട് ശേഷിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടെ ആയത്ത് എന്ന് പറഞ്ഞ് പിന്നീട് ആയാത്ത് എന്ന് പറഞ്ഞ് അങ്ങനെ തഫ്സീറുകളിൽ ആ പ്രയോഗങ്ങളുടെയൊക്കെ വിഷയത്തിൽ വലിയ ചർച്ചകളൊക്കെ വായിക്കാൻ സാധിക്കും. അലാ കുല്ലി നമ്മൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി എൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇതാണ് എൻ്റെ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ കരുതാൻ വേണ്ടിയിട്ട് തരുന്ന ബാക്കി ഭാഗം. വലഖദ് സദ്ദഖ അലൈഹിം ഇബ്ലീസു ظنه فاتبعوه إلا فريقا من المؤمنين وما كان له عليهم من سلطان إلا لنعلم
മൻ യുഅ്മിനു ബിൽ ആഖിറതി മിമ്മൻ ഹുവ മിൻഹാ ഫീ ശക്ക് വറബ്ബുക അലാ കുല്ലി ഷൈഇൻ ഹഫീദ്. ഇവിടെ വലഖദ് സദ്ദഖ അലൈഹിം ഇബ്ലീസു ദന്നഹു. വലഖദ് സദ്ദഖ, സദ്ദഖ എന്ന് പറഞ്ഞാൽ അവിടെ സദ്ദഖ എന്നുള്ളടത്ത് രണ്ട് ഖിറാഅത്തുണ്ട്. ഒന്ന് സദഖ എന്ന ഖിറാഅത്ത്, സദഖ അതാണ് ജുംഹൂറിൻ്റെ ഖിറാഅത്ത്. വലഖദ് സദഖ അലൈഹിം ഇബ്ലീസു ദന്നഹു. പിന്നെ പ്രസിദ്ധ ഖിറാഅത്താണ് പിന്നെ നമ്മൾ ഇവിടെ നമ്മുടെയൊക്കെ ഖിറാഅത്ത്, ഹഫ്സിൻ്റെ ഒക്കെ ഖിറാഅത്താണ് ഇത് സദ്ദഖ. ഏതായാലും സദ്ദഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സദഖ എന്നതാണ് എങ്കിൽ പിന്നെ അവിടെ അൽഖ അസാബ എന്ന അർത്ഥത്തിലാണ്. സദഖ എന്ന് പറഞ്ഞാൽ അൽഖ ഇട്ടു, നൽകി, ഏൽപ്പിച്ചു എന്നൊക്കെ അർത്ഥത്തിൽ. സദ്ദഖ എന്ന ഖിറാഅത്താണ് എങ്കിൽ അവിടെ ഹഖഖ എന്ന അർത്ഥത്തിൽ. ഹഖഖ എന്ന സാക്ഷാത്കരിച്ചു. വലഖദ് വല്ലാഹി ലഖദ് തീർച്ചയായും, അള്ളാഹുവാണേ തീർച്ചയായും. സദ്ദഖ അലൈഹിം ഇബ്ലീസു ഇബ്ലീസ് അവരുടെ മേൽ സാക്ഷാത്കരിച്ചു. ഹഖഖ സാക്ഷാത്കരിച്ചു. ഈ ഖിറാഅത്ത് പ്രകാരം കേട്ടോ ആണ് നമ്മളിവിടെ എഴുതുന്നത്. ബന്നഹു, ബന്നഹു എന്ന് പറഞ്ഞാൽ ഇബ്ലീസിൻ്റെ ബന്ന്. ബന്ന് എന്ന് പറഞ്ഞെങ്കിൽ അവിടെ നമ്മൾ സാധാരണ ബന്ന് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഊഹം, ഊഹാണ്. ഇവിടെ ഉദ്ദേശം ലക്ഷ്യം, സന്ദേശം. ഇബ്ലീസ് തൻ്റെ ലക്ഷ്യം, ഈ ഹഖഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ ഇബ്ലീസിൻ്റെ ഹദഫ്, ലക്ഷ്യം എന്നർത്ഥത്തിൽ. ഹദഫ് ലക്ഷ്യം, അല്ലെങ്കിൽ റിസാലത്ത് സന്ദേശം എന്നർത്ഥത്തിൽ. ഇബ്ലീസ് തൻ്റെ ലക്ഷ്യം ഇവരിൽ സാക്ഷാത്കരിച്ചു, അല്ലെങ്കിൽ തൻ്റെ സന്ദേശം ഇബ്ലീസ് ഇവരിൽ സാക്ഷാത്കരിച്ചു. ഇനി നമ്മൾ അൽഖ സദഖ എന്ന ഖിറാഅത്ത് പ്രകാരമാണെങ്കിൽ വലഖദ് സദഖ അലൈഹിം ഇബ്ലീസ് അവരിൽ കൊണ്ടിട്ടു, അവരിൽ ഏൽപ്പിച്ചു. ബന്നഹു തൻ്റെ വിചാരം, തൻ്റെ ഊഹം. ഫത്തബഊഹു, ഫത്തബഊഹു ഇത്തബ എന്നാണ് പിൻപറ്റി. ഇത്തബഊ അവർ പിൻപറ്റി ഹു ഇബ്ലീസിനെ, അവനെ. ഫ എന്നുള്ളത് ഫൗൽ ഫസീഹാണ്. അതായത് അങ്ങനെ ഇബ്ലീസ് തൻ്റെ ഊഹം അവരിൽ ഏൽപ്പിക്കുകയും തൻ്റെ ലക്ഷ്യം അവരിൽ സാക്ഷാത്കരിക്കുകയും ചെയ്തപ്പോൾ ഇത്തബഊഹു അവർ ശൈത്താനെ ഇബ്ലീസിനെ പിൻപറ്റി. ഖലാസ്. എന്താണ് ഈ ഇബ്ലീസിൻ്റെ ലക്ഷ്യം? എന്താ ഇബ്ലീസിൻ്റെ വിചാരം? എന്താ ഇബ്ലീസ് തൻ്റെ വിചാരം അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യം അവരിൽ സാക്ഷാത്കരിച്ചു എന്ന് പറയുമ്പോൾ എന്താ ഇബ്ലീസിൻ്റെ ലക്ഷ്യം? അത് ഇബ്ലീസിൻ്റെ ലക്ഷ്യം അതാണ്. ഇബ്ലീസ് അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട് ല ഉഗ്വിയന്നഹും, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ല ഉഗ്വിയന്നഹും, ഞാൻ അവരെ വഴി പിഴപ്പിക്കുക തന്നെ ചെയ്യും. ല ഉഗ്വിയന്ന എന്നാണ് ഇബ്ലീസിൻ്റെ വർത്താനം. അങ്ങനെയാണ് അള്ളാഹിനോട്, ഞാൻ ഇവരെ പിഴപ്പിക്കുക തന്നെ ചെയ്യും. ആരെ പിഴപ്പിക്കും? ആരെ? മനുഷ്യരെ. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞത് ല അഖുദന്ന ലഹും. എന്താ ല അഖുദന്ന ലഹും? ഞാൻ അവർക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുക തന്നെ ചെയ്യും. ല അഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നിൻ്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ അവർക്ക് വേണ്ടി പതിയിരിക്കും. എന്തിനാ പതിയിരിക്കുന്നത്? സിറാത്തുൽ മുസ്തഖീം കാണിച്ചു തരാനാ, ഇങ്ങനെ പോയിക്കോളി ഇങ്ങനെ പോയിക്കോളി. ഇല്ല, പിന്നെയോ അതിന് തെറ്റിക്കാനാണ്. ല അഖൂദന്ന ലഹും സിറാത്ത്. അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞത് ല ഉസയ്യിനന്ന ലഹും ഫിൽ അർദ്. ഇതൊക്കെ വേറെ വേറെ ആയത്തിൽ അള്ളാഹു പറഞ്ഞാണ്. ഉസയ്യിനന്ന ലഹും, ഞാൻ അവർക്ക് അലങ്കാരമാക്കി കൊടുക്കും. എന്താ അലങ്കാരമാക്കി കൊടുക്കുക? വേണ്ട വൃത്തികൾ, തോന്നിയാസങ്ങൾ നല്ലതാക്കി കൊടുക്കും. ഇതൊക്കെ അള്ളാഹിനോട് ശൈത്താൻ ചെയ്ത വാക്കാണ്. അതേപോലെ തന്നെ വല ആമുറന്നഹും ഫല യുഗയ്യിറുന്ന ഖൽഖുൽ, വല ആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കും. നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഇതൊക്കെ വരുന്നില്ലേ? വല ആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും. ഫല യുഗയ്യിറുന്ന ഖൽഖൽ, അള്ളാഹിൻ്റെ സൃഷ്ടിപ്പ് അവർ മാറ്റം വരുത്തും. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അവർ മാറ്റം വരുത്തും. ഇപ്പോൾ കണ്ടില്ല നമ്മൾ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന മൂന്നാം ലിംഗം, ഭിന്നലിംഗം എന്നൊക്കെ പിന്നെ പറയുന്ന ഈ ഒരു ടീം കണ്ടില്ലേ, അവരെന്തൊക്കെ ചെയ്യണേ? അവരുടെ ശരീരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത സുന്ദരമായ അനുഗ്രഹീതമായ അവസ്ഥയെ മാറ്റം വരുത്തുന്നത്. പിന്നെ നല്ല ചെസ്റ്റും അതേപോലെ തന്നെ നല്ല അവസ്ഥയാണ് ആണുങ്ങളായിട്ട് അവർക്കുള്ളത്. പക്ഷേ അവർ ഹോർമോൺ ഉപയോഗിച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നു? അവർക്ക് മാറു ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ നല്ല പൗരുഷമുള്ള ശബ്ദമാണ്, പക്ഷേ അതിൽ ഹോർമോണുകൾ കുത്തിവെച്ചിട്ടായിട്ട് ശബ്ദം അവരെന്ത് ചെയ്യണം? പെണ്ണുങ്ങളുടെ ചിണുങ്ങിയ ശബ്ദമാക്കണ്. പിന്നെ അവർ ലിംഗമാറ്റം നടത്തുന്നു. ഇങ്ങനെ പല പരിപാടികൾ ചെയ്യുന്നു.
അവർക്ക് താടീൻ്റെ മീശുണ്ട്, പക്ഷേ താടി മീശയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവർ മരുന്ന് ഉപയോഗിക്കുന്നു. എന്നിട്ട് അവർ എത്തിയിട്ട് മാറ്റപ്പെടുത്തും. അതേപോലെ നേരെ തിരിച്ചും. ഇതൊക്കെ ആര് പറഞ്ഞു കൊടുക്കുക? അള്ളാഹ് പറയാൻ ശൈത്താനും അള്ളാഹിനോട് ചെയ്ത കരാറാണ് ഇബ്ലീസ്. വല ആമുറന്നഹും ഫല യുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അവർ മാറ്റം വരുത്തുക തന്നെ ചെയ്യും. ഇതൊക്കെ ഇബ്ലീസിൻ്റെ ലക്ഷ്യമാണ്. വല ഉഗ്വിയന്നഹും അജ്മഈൻ, എല്ലാവരെയും ഞാൻ തെറ്റിക്കും എന്നറിയാണ്. ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിൻ്റെ ശുദ്ധരായ നിഷ്കളങ്കരായ ദാസരെ വെച്ചു. വല ഉസയ്യിനന്ന ലഹും ഫിൽ അർദ്, ഭൂമിയിൽ ഞാൻ അവർക്ക് എല്ലാ തിന്മകളും നന്നാക്കി കാണിച്ചു കൊടുക്കും, അലങ്കരിച്ച് കാണിച്ചു കൊടുക്കും. വല അഖൂദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നേർമാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വഴിയിലിരിക്കും. ഇതൊക്കെ പിന്നെ ഇബ്ലീസ് പറഞ്ഞാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞാണ്. ഇതാണ് ഇബ്ലീസിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം സദ്ദഖ അലൈഹിം ഇബ്ലീസ് അവരിൽ സാക്ഷാത്കരിച്ചു. അല്ലെങ്കിൽ തൻ്റെ വിചാരങ്ങൾ, ഈ വിചാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇബ്ലീസ് അവരിൽ ഇട്ടുകൊടുത്തു. ഇതാണ് സദഖ, വലഖദ് സദഖ അലൈഹിം, അവരിലേക്ക് ഇട്ടുകൊടുത്തു. ഫത്തബഊഹു, ആ ഇട്ടുകൊടുത്ത മാത്രയിൽ എന്ത് ചെയ്തു? ഇവരതിൻ്റെ അനുയായികളായി മാറി, ഇബ്ലീസിൻ്റെ അനുയായികളായി മാറി. പറഞ്ഞതൊക്കെ ഇബ്ലീസ് ഏറ്റെടുത്ത് ചെയ്യുന്ന അവസ്ഥ വന്നു. അതാണ് അവിടെ പറയുന്നത്. വലഖദ് സദ്ദഖ അലൈഹിം ഇബ്ലീസു ദന്നഹു. പക്ഷെ ഇവിടെ ഇഷ്കാൽ, ഈ അലൈഹിം എന്ന് പറഞ്ഞാൽ ആരാ? ഇത്തബഊ, അവർ പിൻപറ്റി. അലൈഹിം നല്ല അവർക്ക് ഇട്ടുകൊടുത്ത്. ആർക്കാണ് ഈ ഇട്ടുകൊടുത്ത്? സബഅ് ഗോത്രക്കാർക്ക്. അതാണ് സബഅ് ഗോത്രക്കാരുടെ വിഷയത്തിലാണ് ഈ പറയുന്നത്. വലഖദ് സദ്ദഖ അലൈഹിം ഇബ്ലീസു ദന്നഹു ഫത്തബഊ. അല്ലേ? നമ്മൾ ഈ ആയത്തിൻ്റെ മുമ്പത്തെ ആയത്തുകൾ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോകേണ്ടത് സബഅ് ഗോത്രത്തിലേക്കാണ്. പക്ഷേ നമ്മൾ ഈ ആയത്തിൻ്റെ ശേഷമുള്ള ആയത്തുണ്ടല്ലോ, ഇപ്പോൾ ഈ രണ്ടായത്തും ഒരേ വിഷയമാണ് പറയുന്നത്. ഒമാ കാന അലൈഹിം മിൻ സുൽത്താൻ എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ശേഷമുള്ളത് നോക്കി നിങ്ങൾ, ഖുലിദുൽ ലദീന സഅംതും മിൻ ദൂനില്ലാഹ് ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് വമാ ലഹും ഫീഹിമാ മിൻ ശിർകിൻ വമാ ലഹും മിൻഹും മിൻ ദഹീർ. ഇതാരെക്കുറിച്ചാണ്? ഇത് സബഅ് ഗോത്രമല്ല. പിന്നെ ഇത് സബഅ് ഗോത്രത്തിൻ്റെ വിഷയം പറയുന്നതിന് മുമ്പ് ആരെക്കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത്? മക്കക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? അവർ പിന്നെ സബഅ് സൂറത്ത് ഇറങ്ങാൻ തന്നെ കാരണം എന്താ? അന്ത്യനാളില്ല, പരലോകമില്ല എന്ന് അബൂ സുഫിയാനും കൂട്ടർ ആണായിട്ട് പറഞ്ഞപ്പോഴാണല്ലോ. അതിനെക്കുറിച്ചല്ലേ പറഞ്ഞത്. ബലാ റബ്ബി ലതുബ്അസുൻ എന്നൊക്കെ പറഞ്ഞില്ലേ? അവരെക്കുറിച്ചാണ് ഈ 22ാമത്തെ ആയത്ത്. ഇനി അങ്ങോട്ടാണ് പോണത്, അവരെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ടായത്തുകൾ ഇതാരുടെ വിഷയത്തിൽ? ആയത്തിൻ്റെ പൂർവ്വം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മുമ്പത്തെ വചനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് സബഅ് ഗോത്രത്തിൻ്റെ വിഷയത്തിലാണ്. ഇനി ശേഷം പറയുമ്പോൾ വന്ന ടീമിനെ കുറിച്ച് പറയുമ്പോൾ ഈ ആയത്ത് ആരുടെ വിഷയത്തിലാണ്? മക്കയിലെ ഖുറൈശികളുടെ വിഷയത്തിലാണ്. രണ്ടു കൂട്ടരെ കുറിച്ച് ഫിറ്റാണ്. രണ്ടു കൂട്ടർക്കും പറഞ്ഞത് ശരിയാണ്. ഖുറൈശികളുടെ വിഷയത്തിലും ഇത് ശരിയാണ്, സബഅ് ഗോത്രത്തിൻ്റെ വിഷയത്തിലും ഈ വിഷയം ശരിയാണ്. അത് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ ചരിത്രം പറയണത്? അത് മക്കക്കാരുടെ ഒരു ചരിത്രം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു വായിക്കാനല്ലല്ലോ. സബഅ് ഗോത്രത്തിനെ കുറിച്ച് എന്തിനാണ് പറഞ്ഞത്? കേവലം നമുക്കൊരു മാലൂമാത്ത് ഉണ്ടാകാനാ? അല്ല, നമുക്കതിലൊക്കെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലികുല്ലി സബ്ബാരിൻ ഷക്കൂർ എന്ന് പറഞ്ഞത്. അല്ലാതെ ലികുല്ലി അഹ്ലി സബഇ എന്നല്ല പറഞ്ഞത്. സബഅ് ഗോത്രത്തിന് മാത്രം ആയത്ത് എന്നല്ല പറഞ്ഞത്, എല്ലാവർക്കും എന്നാണ് പറഞ്ഞത്. തയ്യബ്. വലഖദ് സദ്ദഖ അലൈഹിം ഇബ്ലീസു ദന്നഹു ഫത്തബഊഹു ഇല്ലാ ഫരീഖൻ മിനൽ മുഅ്മിനീൻ. ഇല്ലാ ഫരീഖൻ മിനൽ മുഅ്മിനീൻ പറഞ്ഞേ. ഇല്ലാ ഫരീഖൻ, ഒരു വിഭാഗം ഒഴിച്ച്. എല്ലാവരും ഇബ്ലീസിനെ പിൻപറ്റി. ഇല്ലാ ഫരീഖൻ, ഒരു വിഭാഗം ഒഴിച്ച്. ആ വിഭാഗം ആരാണ്? മിനൽ മുഅ്മിനീൻ. മിൻ എന്ന ഇവിടെ ബയാനിയ എന്ന് പറയും. ആ വിഭാഗം ആരാണ്? അവർ മുഅ്മിനീങ്ങളാണ്. അല്ലെങ്കിൽ ഇനി മുഅ്മിനീങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗം എന്നർത്ഥത്തിൽ മിൻ തബഈൻ മിൻ എന്ന് പറയും. മുഅ്മിനീങ്ങളിൽ, വിശ്വാസികളിൽ നിന്നുള്ള ഒരു വിഭാഗം ഒഴിച്ച്. ആരാ വിശ്വാസികളിൽ നിന്നുള്ള ആ ഒരു വിഭാഗം? വിശ്വാസികളിൽ നിന്നുള്ള ആ വിഭാഗം ആരാ? അൽ മുഅ്മിൻ. അതല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇബ്ലീസ് തന്നെ പറഞ്ഞിട്ടില്ലേ, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. അൽ മുഖ്ലിസ്. ആരാ അൽ മുഖ്ലിസ്? അൽ മുഖ്ലിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഖ്ലാസുള്ളവരാണ്. ഇഖ്ലാസുള്ള ആളുകളാണ്. ആരാ ഈ ഇഖ്ലാസുള്ള ആളുകൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖ്ലിസ് എന്നാണ് പറഞ്ഞത്. ഇഖ്ലാസ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ലബനൻ ഖാലിസൻ എന്ന് പറഞ്ഞത്. ലബനൻ ഖാലിസ് എന്ന് പറഞ്ഞാൽ എന്താ? ലബൻ എന്ന് പറഞ്ഞാൽ എന്താ? പാലാണ്. ലബനുൻ ഖാലിസ് എന്ന് പറഞ്ഞാൽ ഇത് അറബികൾ പണ്ടേ പ്രയോഗിക്കുന്ന പ്രയോഗമാണ്. ഖാലിസ്, ലബനുൻ ഖാലിസ് എന്ന് പറഞ്ഞാൽ
ഫ്രഷല്ല, ഫ്രഷ് പാലല്ല, കലർപ്പില്ലാത്ത പാലാണ്, ശുദ്ധമായ പാൽ. കലർപ്പില്ലാത്ത പാൽ, ശുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മമല്ല. പണ്ടേ ഈ പാലിന് മായം ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഉമറിൻ്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ വെള്ളം ചേർക്കാൻ പറയണ്ടല്ലോ. എല്ലാ കാലത്തും ഉള്ള വിഷയമാണ്. ചിലപ്പോൾ പാലേറ്റ് വരുമ്പോൾ ഇന്ന് മീൻ തുള്ളും. അത് കോരി പാർന്നപ്പോൾ മീനടക്കം പാർന്നിട്ട് പാലിൽ മായം കലർത്തുക എന്നുള്ള വിഷയമുണ്ട്. ലബനുൽ ഖാലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ നിങ്ങൾ മായം ചേരാത്ത പാൽ എന്നാണ് അതിന്. ആ ഖാലിസ് എന്നുള്ളതിൽ നിന്നാണ് ഇഖ്ലാസ്, മുഖ്ലിസ്, ഖാലിസ് അല്ലഹുദ്ദീൻ എന്നൊക്കെ പറഞ്ഞില്ലേ, മുഖ്ലിസീൻ അല്ലഹുദ്ദീൻ എന്ന് പറഞ്ഞില്ലേ, ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞെങ്കിൽ അതാണ്. അതായത് ഇഖ്ലാസ് ഉള്ളവൻ്റെ മനസ്സിൽ ആരേ ഉണ്ടാവുള്ളൂ? അള്ളേ ഉണ്ടാവുള്ളൂ. ഇഖ്ലാസ് ഉള്ളവൻ്റെ മനസ്സിൽ അള്ളേ ഉണ്ടാവുള്ളൂ. അള്ളാഹ്ക്ക് നൽകേണ്ടതിൽ അള്ളാഹു അല്ലാത്തവരുണ്ടാവില്ല. അള്ളാഹുവിന് നൽകുന്നതിലും ലക്ഷ്യം അല്ലാതെ മറ്റൊരു പടപ്പുണ്ടാവില്ല. മുഖ്ലിസ്, പിന്നെ മുറായി എന്ന് പറഞ്ഞാൽ ലോകമാന്യതയുള്ളവനാണ്. മുറായി നിസ്കരിക്കാൻ നിൽക്കുകയെന്ന് വെച്ചാൽ ലോകരെ കാണിക്കാനാണ്, നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹു അക്ബർ. മുഖ്ലിസ് നിസ്കരിക്കുമ്പോൾ അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവർ ആരാണോ അവരാണ് ഈ ഇല്ലാ ഫരീഖ മിനൽ മുഅ്മിനീൻ. കർമ്മങ്ങളിൽ അതേപോലെ തന്നെ പ്രയോഗങ്ങളിലൊക്കെ അള്ളാഹ് എന്നുള്ള നീയത്തിൽ, അള്ളാഹ്ക്ക് വേണ്ടി എന്നുള്ള നീയത്തിൽ അമലെടുക്കുന്നവർ അവരാണ് ഈ ഫരീഖ്. അവരെയാണ് ശൈത്താന് തൊടാൻ കഴിയാത്തത്, സ്വാധീനിക്കാൻ കഴിയാത്തത്, വസ്വാസം ഉണ്ടാക്കാൻ കഴിയാത്തത്, ശൈത്താനെ പരാജയപ്പെടുത്താൻ കഴിയാത്തവർ ആ മുഖ്ലിസ് മാത്രമാണ്. ഞാൻ ശൈത്താനും ഇബ്ലീസും വേറെയാണല്ലോ. ഇബ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശൈത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇബ്ലീസിന് എന്തില്ല? ഇനി ഇബ്ലീസ് എന്നേക്കുമായി അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെട്ടു. അള്ളാഹു കാക്കട്ടെ. ഇബ്ലീസ് റജീമാണ്. അതേസമയം ശൈത്താന്മാരെ സംബന്ധിച്ചിടത്തോളം ശൈത്താന്മാരിൽ എന്തുണ്ട്? അവർക്ക് പിന്നെ വിധിവിലക്കുകളുണ്ടല്ലോ. ശൈത്താന്മാരിൽ വഅന്നാ മിന്ന സാലിഹൂന വമിന്ന ദൂന ദാലിക്, ജിന്ന് വർഗ്ഗമാണല്ലോ. അതിൽ അവർക്ക് നന്നാവാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് എല്ലാ ശൈത്താനും ഇബ്ലീസല്ല. ഇബ്ലീസ് ശൈത്താന്മാരിൽ വേറെ പിന്നെ അവരുടെ നേതാവെന്ന പോലെ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇബ്ലീസ് എന്നതിന് പിന്നെ ശൈത്താൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇബ്ലീസ് എന്നുള്ള ആ വ്യക്തിയാണ് അത് ശൈത്താനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ ശൈത്താനും ഇബ്ലീസല്ല. ഖലാസ്. അപ്പോൾ ഇത് പിന്നെ വലഖദ് സദ്ദഖ അലൈഹിം ഇബ്ലീസു ദന്നഹു ഫത്തബഊഹു ഇല്ലാ ഫരീഖൻ മിനൽ മുഅ്മിനീൻ. അവിടെ ഈ ഫരീഖൻ മിനൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലൽ മുഖ്ലിസീൻ അതാണ് അതിൻ്റെ ഒരു പര്യായ പദം എന്ന പോലുള്ളത്. മനസ്സ് ക്ലിയർ അല്ല എങ്കിൽ ശൈത്താൻ അടക്കി വാഴും, ശൈത്താൻ്റെ ദുർബോധനം അത് വരും ചെയ്യും. ഖലാസ്. നമ്മൾ പറഞ്ഞ ഫത്തബഊഹു ഇല്ലാ ഫരീഖൻ മിനൽ മുഅ്മിനീൻ وما كان له عليهم من سلطان إلا لنعلم من يؤمن بالآخرة ممن هو منها في شك وربك على كل شيء حفيظ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വമാ കാന ലഹു, അവന് ഉണ്ടായിട്ടില്ല. വമാ കാന ലഹു, അവന് ഉണ്ടായിട്ടില്ല. ലഹു എന്ന് പറഞ്ഞെങ്കിൽ ഇബ്ലീസിന് ഇല്ല, ഉണ്ടായിട്ടില്ല. അലൈഹിം, അലൈഹി എന്ന് പറഞ്ഞാൽ ഈ ആളുകളുടെ മേൽ ഇബ്ലീസിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചത് ആരാണ്? അവരുടെ മേൽ ഇബ്ലീസിനുണ്ടായിട്ടില്ല. മിൻ സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഒരധികാരവും, യാതൊരു അധികാരവും. മിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അതാണ്, യാതൊരു അധികാരവും. അങ്ങനെ തന്നെ അർത്ഥം വെക്കണം അവിടെ. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗം. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, വമാ കാന ലഹു അലൈഹിം സുൽത്താനുൻ എന്ന് പറഞ്ഞാൽ മതി. അധികാരമുണ്ടായിരുന്നില്ല. പക്ഷേ അള്ളാഹു ഇവിടെ ഒരുവിധ അധികാരവും അവർക്ക് മേൽ അവനുണ്ടായിരുന്നില്ല. സൈഫ് കൊണ്ടോ സൗത്ത് കൊണ്ടോ ആളുകളെ വാഴാനുള്ള ഒരു കരുത്ത് അള്ളാഹു ഇബ്ലീസിന് കൊടുത്തില്ലെന്ന് ഹസൻ അൽ ബസരി പറഞ്ഞത്. സൈഫ് പറഞ്ഞാൽ വാള്, സൗത്ത് എന്ന് പറഞ്ഞാൽ ചമ്മട്ടി. വടി കൊണ്ടോ വാള് കൊണ്ടോ ആളുകളെ ഭരിക്കാനുള്ള ഒരു അധികാരവും ആർക്കില്ല? ഇബ്ലീസിനില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ ചിലതിന് നിയോഗിച്ചിട്ടുണ്ട്. അതെന്താ? വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ ഒരു പരീക്ഷണ വസ്തുവാക്കിയിട്ടുണ്ട്. അതാണ് അള്ളാഹു പറയുന്നത്, ഇല്ലാ ലിനഅലമ മൻ യുഅ്മിനു ബിൽ ആഖിറതി മിമ്മൻ ഹുവ മിൻഹാ ഫീ ശക്ക്. ഇല്ല എന്നാണ് ഇവിടെ, എന്നാൽ, ലാക്കിൻ എന്ന അർത്ഥത്തിൽ. എന്നാൽ ലിനഅലമ മൻ യുഅ്മിനു ബിൽ ആഖിറ. ലിനഅലമ എന്ന് പറഞ്ഞാൽ അവിടെ അറിയാൻ വേണ്ടി എന്നല്ല, പിന്നെയോ ലിനുമയ്യിസ്, വ്യക്തമാക്കാൻ വേണ്ടി, വേർതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ
നുബ്ഹിർ, വെളിവാക്കാൻ വേണ്ടി, വ്യക്തമാക്കാൻ വേണ്ടി, വേർതിരിക്കാൻ വേണ്ടി. അതെന്തുകൊണ്ടെന്നുള്ളത് പറയാം. ലിനുമയ്യിസ് അല്ലെങ്കിൽ ലിനുബ്ഹിർ, നാം വ്യക്തമാക്കുന്നതിന് വേണ്ടി. ആരെ വ്യക്തമാക്കുന്നതിന് വേണ്ടി? മൻ യുഅ്മിനു ബിൽ ആഖിറ, ആരാണോ ആഖിറത്തിൽ വിശ്വസിക്കുന്നത് അവരെ. ആരിൽ നിന്ന് വ്യക്തമാക്കുക? മിമ്മൻ ഹുവ മിൻഹാ ഫീ ശക്ക്, മിൻഹ എന്ന് പറഞ്ഞാൽ മിനൽ ആഖിറ, ആഖിറത്തിൻ്റെ വിഷയത്തിൽ സംശയത്തിലുള്ളവർ ആരോ അവരിൽ നിന്ന്. മിമ്മൻ യാതൊരു കൂട്ടരിൽ നിന്ന് ആഖിറത്തിൽ വിശ്വസിക്കുന്നവരെ വ്യക്തമാക്കുന്നതിന് വേണ്ടി, വേർതിരിക്കുന്നതിന് വേണ്ടി. ഈ യാതൊരു കൂട്ടർ എന്ന് പറഞ്ഞാൽ ഹുവ മിൻഹാ ഫീ ശക്ക്, അവൻ ആഖിറത്തിൻ്റെ വിഷയത്തിൽ സംശയത്തിലാണ്. അപ്പോൾ പരലോകത്തിൻ്റെ വിഷയത്തിൽ ആരാണ് സംശയത്തിലുള്ളത് അവരിൽ നിന്ന് പരലോകത്തെ വിശ്വസിച്ച് അംഗീകരിക്കുന്നവരെ ലിന അലമ, അള്ളാഹ്ക്ക് എന്ത് ചെയ്യണം? വേർതിരിക്കണം, വ്യക്തമാക്കണം. അതിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഇബ്ലീസിനെ ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇബ്ലീസ് അതിന് വേണ്ട ചില വസ്വാസുകളും കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതല്ലാതെ ആളുകളെ അടക്കി വാളുപയോഗിച്ച് വടി ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തിയിട്ട് തൻ്റെ വരുതിയിലാക്കുക, കേടാക്കുക എന്നുള്ളൊരു അധികാരം ഇബ്ലീസിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. മനസ്സിലായോ? ഇപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമാ കാന ലഹു അലൈഹിം മിൻ സുൽത്താൻ. ഈ ഇബ്ലീസ് തൻ്റെ ലക്ഷ്യവുമായി വന്നല്ലോ ആളുകളിലേക്ക്, എന്നിട്ട് തൻ്റെ ലക്ഷ്യത്തെ സാക്ഷാത്കരിച്ചല്ലോ. ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് യാതൊരു അധികാരവും അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കും നിശ്ചയിച്ചിട്ടില്ല, ഇബ്ലീസിന് നിശ്ചയിച്ചിട്ടില്ല. വാളെടുത്തോ വടിയെടുത്തോ ആളുകളെ തൻ്റെ ഈ ലക്ഷ്യം പ്രകടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഇബ്ലീസിന് അങ്ങനെ ഒരു അധികാരം അള്ളാഹു നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരെയും വടിയെടുത്തിട്ട് ഇബ്ലീസ് എന്ത് ചെയ്യണില്ല? തെറ്റിലേക്ക് നയിക്കണില്ല. കാരണം അങ്ങനത്തെ ഒരു അധികാരം ഇബ്ലീസിന് കൊടുത്തിട്ടില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? അതാണ് ഇവിടെ ഈ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ ലാക്കിൻ. എന്നാൽ ഇബ്ലീസിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ വസ്വാസിലാക്കുക, അതേപോലെ തന്നെ സംശയം ജനിപ്പിക്കുക എന്നുള്ള ഒരു പ്രകൃതി നൽകിയിട്ടുണ്ട്. അത് ഇബ്ലീസ് ചെയ്യും. അതാണ് ഇവിടെ ഇല്ല അത് അർത്ഥാക്കണത്. ഇബ്ലീസിന് പറഞ്ഞില്ലേ, ഞാൻ ആരുടെ മുന്നിലൂടെ ചെല്ലും, പിന്നിലൂടെ ചെല്ലും, ഇടത് ഭാഗത്ത് വലത് ഭാഗത്ത്. അതുകൊണ്ടാണല്ലോ ആളുകൾ എന്ത് ചെയ്യുന്നത്? തെറ്റ് ചെയ്യണത്. ആരെങ്കിലും കാണുന്നുണ്ടോ? അപ്പോൾ ഈ മുന്നിലൂടെ വരിക പിന്നിലൂടെ വരിക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഭാഗങ്ങളിലൂടെയും വന്നിട്ട് വസ്വാസം ഉണ്ടാക്കലാണ്. അതവൻ ചെയ്യും. അതെന്തിനു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത് നമുക്ക് അറിയിക്കുകയാണ്. അതെന്തിനാണ്? ലിന അലമ മൻ യുഅ്മിനു ബിൽ ആഖിറതി മിമ്മൻ ഹുവ മിൻഹാ ഫീ ശക്കിൻ. ഇതിപ്പോൾ ഈ ആഖിറത്തിൻ്റെ വിഷയം ഇവിടെ പറഞ്ഞത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ അവർ തിരിച്ചറിയാൻ വേണ്ടി, അള്ളാഹുവിൽ അവിശ്വസിക്കുന്നവരിൽ നിന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ ഈ ആഖിറത്തിൻ്റെ വിഷയം പറഞ്ഞത് ആയത്തിൻ്റെ സിയാഖ് എന്താ? തുടക്കം എന്താ? സൂറത്ത് സബ ഇറങ്ങുന്ന വിഷയം എന്താ? അവർ ആണയിട്ട് പറഞ്ഞു ഒരിക്കലും എന്ത് ചെയ്യില്ല, അന്ത്യനാൾ സംഭവിക്കൂല എന്ന് പറഞ്ഞില്ലേ? അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അബൂ സുഫിയാൻ്റെ വിഷയമൊക്കെ പറഞ്ഞ ഓർക്കണില്ലേ? അപ്പോൾ അതാണ് വിഷയം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആഖിറത്തിനെ ഇവിടെ അനുസ്മരിച്ചത്. ഇവിടെ ഇല്ലാ ലിന അലമ, നാം അറിയാൻ വേണ്ടി എന്ന് അർത്ഥം പറഞ്ഞാൽ ശരിയാവില്ല. കാരണം അള്ളാഹിൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിനെയും മുൻകടന്നതാണ്. അപ്പോൾ ഇബ്ലീസ് ആരിൽ വസ്വാസം സൃഷ്ടിച്ചിട്ട് ഇങ്ങനെ ഒരു വിഭാഗത്തെ ഉണ്ടാക്കി വന്നിട്ട് അള്ളാഹ്ക്ക് കാലേക്കുട്ടി അറിയാം. അള്ളാഹ്ക്ക് പുതുതായി ഒരു കാര്യം അറിയാം എന്നുള്ളത് പറയാൻ പാടുള്ളതല്ല. കാരണം എന്താ? വരാനിരിക്കുന്നത് കഴിഞ്ഞു പോയതുപോലെ അറിയുന്നവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്കൊരു മറവി മുൻകടന്നു അല്ലെങ്കിൽ ഒരു അജ്ഞത മുൻകടന്നു, സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറയാൻ പാടുള്ളതല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അറിവ് എന്താണ്? അള്ളാഹു ത്രികാലജ്ഞനാണ്. കഴിഞ്ഞത് അറിയും, നടക്കുന്നത് അറിയും, വരാനിരിക്കുന്നതും അറിയുന്നവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ഉണ്ടായിട്ടില്ലാത്തൊരു സംഗതി ഉണ്ടായിരുന്നുവെങ്കിൽ അതെങ്ങനെ എന്നുള്ളത് പോലും അറിയുന്നവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ലിന അലമ, അറിയാൻ വേണ്ടി എന്നർത്ഥം പറയുന്നത് എന്തല്ല, അവിടെ സൂക്ഷ്മല്ല. അവിടെ ഒരു ഖിറാത്ത്, ഇമാം സുഹരിയുടെ ഖിറാത്ത് ഇല്ല ലിനു ഒലീമ എന്നാണ്, അറിയിക്കാൻ വേണ്ടി എന്നാണ്, ലിനു ഒലീമ. ആ ഖിറാത്ത് പ്രകാരം അങ്ങനെ അറിയിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ പ്രശ്നം വരില്ല. പക്ഷെ ഇവിടെ ലിന അലമ എന്നുള്ളതാണ് ജുംഹൂറിൻ്റെ ഖിറാത്ത്. ആ ഖിറാത്താണ് ഏറ്റവും ബലപ്പെട്ട ഖിറാത്ത്. പക്ഷേ അവിടെ ഉദ്ദേശം ഇതാണ്, ലിനുമയ്യിസ, വേർതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലിനുബ്ഹിറ, വ്യക്തമാക്കുന്നതിന് വേണ്ടി. മൻ യുഅ്മിനു ബിൽ ആഖിറ, ആരാണ് ആഖിറത്തിൽ വിശ്വസിക്കുന്നത്, മിമ്മൻ ഹുവ മിൻഹാ ഫീ ശക്കിൻ, ആഖിറത്തിൻ്റെ വിഷയത്തിൽ സംശയത്തിൽ
കഴിയുന്നവരിൽ നിന്ന്. അപ്പോൾ ശൈത്താൻ എന്ത് ചെയ്യും? ഇബ്ലീസ് വസ്വാസ് ഉണ്ടാക്കും. വസ്വാസ് ഉണ്ടാക്കുമ്പോൾ ഒരു വിഭാഗം ആഖിറത്തിൽ വിശ്വസിക്കും, അവരത് പ്രഖ്യാപിക്കും. വേറെ വിഭാഗം ഇതേപോലെ അബൂ സുഫിയാൻ കൂട്ടർക്ക് അന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ആഖിറത്തും പരലോകമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നിഷേധികളാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് പിന്നെ ഇതുപോലെയാണ് നമ്മളുടെ ബോഡിക്കുള്ള പ്രതിരോധ ശക്തി പോലെയാണ്. ബോഡിക്ക് പ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ രോഗപകർച്ചയുടെ സമയത്ത് ആ രോഗപകർച്ച എന്ത് ചെയ്യില്ല? പ്രതിരോധ ശക്തി ഉള്ളവരെ സ്വാധീനിക്കില്ല, രോഗത്തിലാക്കില്ല. അതേസമയം പ്രതിരോധ ശക്തി ഇല്ലാത്തവരാണ് എങ്കിൽ എന്ത് ചെയ്യും? ഇബ്ലീസിൻ്റെ വസ്വാസിൽ നിഷേധിയാകും. അള്ളാഹുവിൻ്റെ തൗഫീഖും പ്രതിരോധ ശക്തിയും ഈമാനും വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈച്ച മാതിരിയാണ്. എവിടെയാണോ ചളി കെട്ടി കിടക്കേണ്ടത് അവിടെ ഈച്ച വന്നിരിക്കും, പ്രയാസം ഉണ്ടാക്കും. അതേപോലെ തന്നെ ഇബ്ലീസ്, വിശ്വാസം ശരിയല്ലാത്തവൻ, കേടായവൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഇബ്ലീസാകുന്ന ഈച്ച വന്ന് അവനെ കൂടുതൽ എരപ്പാക്കും. അള്ളാഹു ഇവിടെ പറയണം വറബ്ബുക അലാ കുല്ലി ഷൈഇൻ ഹഫീദ്. ദാ വറബ്ബുക നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് പറയുന്നത് വറബ്ബുക, താങ്കളുടെ രക്ഷിതാവ്, അലാ കുല്ലി ഷൈഇൻ ഹഫീദുൻ. ഹഫീദുൻ അലാ കുല്ലി ഷൈ എന്നാണ്. എന്താ? എല്ലാത്തിനെയും ഹഫീദാണ്, സംരക്ഷിക്കുന്നവനാണ്, കാത്തു സൂക്ഷിക്കുന്നവനാണ്. ഹഫീദ് എന്നുള്ളത് പിന്നെന്താ? എല്ലാത്തിനെയും കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യം അള്ളാഹു അറിയണ്ടേ? എല്ലാത്തിനെയും സംരക്ഷിക്കണമെങ്കിൽ എല്ലാം അറിയണ്ടേ? ഒരു ഗോഡൗണിൽ കാവലിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഗോഡൗണിൽ അതിൻ്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒരാളാണെങ്കിൽ എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് അറിയണ്ടേ? പിന്നെ അത് സംരക്ഷിക്കാനുള്ള കരുത്ത് വേണ്ടേ, കഴിവ് വേണ്ടേ? അപ്പോൾ ഈ ഹഫീദ് എന്നുള്ള അള്ളാഹിൻ്റെ നാമം അറിയിക്കുന്ന അള്ളാഹുവിൻ്റെ അറിവിനെയാണ്, പിന്നെ അള്ളാഹുവിൻ്റെ കുദറത്തിനെയാണ്, കഴിവിനെയാണ്. എല്ലാ സംഗതിയെയും ഹഫീദ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനെയും സംരക്ഷിക്കാൻ അള്ളാഹ്ക്ക് കരുത്തുമുണ്ട്, കഴിവുമുണ്ട്. അതുകൊണ്ട് ഇബ്ലീസിൽ നിന്ന് നമ്മൾ സുരക്ഷിതരാകണമെങ്കിൽ ആരെ ആശ്രയിക്കണം? ഹഫീദായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആശ്രയിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? അള്ളാഹു ഹഫീദ് എന്ന് മാത്രമല്ല, വല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റഹീമീൻ എന്നാണ്. ഖൈറുൻ ഹാഫിള എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും നല്ല സംരക്ഷകനാണ്. വഹുവ അർഹമുർ റഹീമീൻ, ഒപ്പം അള്ളാഹു ആരാണ്? അർഹമുർ റഹീമീനുമാണ്. ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റഹീമീൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവനാണ്, കരുണ ഏറ്റവും നന്നായി ഉള്ളവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അള്ളാഹിനെ അള്ളാഹുവിലേക്ക് സൂക്ഷിപ്പ് സ്വത്തായിട്ട് ഏൽപ്പിക്കുന്നത്. നമ്മൾ യാത്ര പോകുമ്പോൾ എന്താ പറയുക? യാത്ര പോകുമ്പോൾ അസ്തൗദിഉകല്ലാഹ് അല്ലദീ ലാ തദീഉ വദാഇഉ അസ്തൗദിഉകല്ലാഹ് അല്ലദീ ലാ തദീഉ വദാഇഉ. സൂക്ഷിപ്പ് സ്വത്തുക്കൾ പാഴാകുകയില്ല അള്ളാഹിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെയുള്ള അള്ളാഹുവിലേക്ക് ഞാനിതാ നിന്നെ ഏൽപ്പിക്കുന്നു, സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്താ ചൊല്ലുക? ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വ ഇൻ അർസൽതഹ ഫഹ്ഫദ്ഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സാലിഹീൻ. ഫഹ്ഫദ്ഹ, അള്ളാഹുവിലേക്ക് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മളെ ആ ഉറക്കിൽ മരിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹുവേ നീ അതിനോട് കരുണ കാണിക്കണേ. അതല്ല ജീവിക്കാൻ സമ്മതിക്കുകയാണ് എങ്കിൽ ഫഹ്ഫദ്ഹ, സംരക്ഷിക്കണമേ, ബിമാ തഹ്ഫദു ബിഹി ഇബാദക സാലിഹീൻ, സൽവൃത്തരായ നിൻ്റെ അടിമകളെ സംരക്ഷിക്കുന്നത് പോലെ നീ സംരക്ഷിക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യണത് എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഫീളായതുകൊണ്ടാണ്. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിഞ്ഞ് സംരക്ഷിക്കാൻ കെൽപ്പുറ്റവനും കഴിവുറ്റവനുമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഈ ഹഫീദ് എന്നുള്ള അള്ളാഹിൻ്റെ നാമത്തിൻ്റെ പിന്നെ സവിശേഷത. പക്ഷേ അതും അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നവനാണ്, ഖുർആനെ സംരക്ഷിക്കും എന്ന് അള്ളാഹു വാക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ്റെ സംരക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഏറ്റെടുത്തിട്ട് നിർവഹിക്കുന്നത്, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ എഴുത്തുകോലുകളും എഴുതാൻ ദ്രവ്യങ്ങളും ദുർലഭമായൊരു കാലത്താണ് ഇറക്കിയത്. 10-12 വസ്തുക്കളിലായിരുന്നു ഖുർആനെ എഴുതിയിരുന്നത്. ഏടുകളിൽ, തോലുകളിൽ, പട്ടകളിൽ, പിന്നെ മരങ്ങളിൽ, കല്ലുകളിൽ, ഇങ്ങനെ പല വസ്തുക്കളിലായിരുന്നു ഖുർആൻ എഴുതിയിരുന്നത്. കാരണം അന്ന് എഴുതാനുള്ള സാമഗ്രികളില്ല, പേജുകളും കടലാസുകളൊന്നുമില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ എവിടെ ഇറക്കിയത്? ജനങ്ങളുടെ മനസ്സിലാണ് ഇറക്കിയത്. ഒരു
ഒരു കവിത ഒരാൾ ഒരിക്കൽ ചെല്ലുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഒരൊറ്റ തവണ കേട്ടാൽ മനഃപ്പാടമാകുന്ന രീതിയിലായിരുന്നു അന്ന് അറബികളുടെ കൽബ്. അവർ പെട്ടെന്ന് മനഃപ്പാടാക്കുന്നു, ഒരു തവണ കേട്ടാൽ മതി അവർ മനഃപ്പാടാക്കുമായിരുന്നു. പിന്നെ അവർ നിമിഷ കവികളായിരുന്നു. ആ രീതിയിൽ മനഃപ്പാടമാക്കാനുള്ള കഴിവുള്ള ഒരു ജനവിഭാഗമായിരുന്നു അറബികൾ. അവരിലേക്കാണ് ഖുർആൻ ഇറക്കിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഖുർആൻ എവിടെ നിർത്തിയത്? മനസ്സുകളിലാണ് ക്രോഡീകരിച്ചത്, ആളുകളുടെ കൽബുകളിൽ. എഴുതി വെക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇതാ തന്നെ എത്രയോ ആളുകൾ കേട്ട മാത്രയിൽ മനഃപ്പാടമാക്കുന്ന രീതിയിലായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയത്. പിന്നെ അത് തുടർന്ന് പിന്നെ ഇത് ലിഖിത രൂപത്തിലും സംരക്ഷിക്കപ്പെട്ടു, ജനമനസ്സുകളിലും സംരക്ഷിക്കപ്പെട്ടു. ആയിരങ്ങൾ മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് വിശുദ്ധ ഖുർആൻ ഇന്നും എന്ത് ചെയ്യുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തണം. പിന്നെ സംരക്ഷിക്കണം. ഞാൻ ഒരിക്കൽ ഇവിടെ തന്നെ പറഞ്ഞില്ലേ, ഈ ഖലീഫ മഅ്മൂൻ ഒരു പിന്നെ സുന്ദരനായ യുവാവ് കൊട്ടാരത്തിലേക്ക് വന്നു. അദ്ദേഹം ഒരു ജൂതനായിരുന്നു. അപ്പോൾ അയാളെ ഖലീഫ നന്നായി നോട്ടിട്ടു. അയാളോട് ഇസ്ലാം ആശ്ലേഷിക്കാൻ പറയുന്നുണ്ട് ഖലീഫ മഅ്മൂൻ. അപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായിട്ട് പോവുക ചെയ്യുന്നത്. ആ യുവാവ് ഖലീഫൻ്റെ മുന്നിൽ നിന്നും ക്ഷുഭിതനായിട്ട് പോയി. പക്ഷേ ഒരു കൊല്ലം പിന്നിട്ടിട്ട് അയാൾ വന്നിട്ട് എന്ത് ചെയ്യണം? ഖലീഫൻ്റെ മുമ്പിൽ ഇസ്ലാം പ്രഖ്യാപിക്കണം, ഒരു കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോൾ ഖലീഫയ്ക്ക് തന്നെ അത്ഭുതം. ഖലീഫ ചോദിക്കണം, അന്ന് താങ്കൾ വന്ന് ഇവിടെ കൊട്ടാരത്തിൽ മുഖം കാണിച്ച ആളല്ലേ എന്ന് ചോദിക്കണം. അതെ. അപ്പോൾ എന്താ പിന്നെ നിങ്ങൾ അന്ന് ക്ഷുഭിതനായി പോയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ വന്നതെന്ന് ചോദിപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങളുടെ ആ ക്ഷണം, ഇസ്ലാമിലേക്കുള്ള ക്ഷണം അതെൻ്റെ മനസ്സിൽ കൊണ്ടു. പക്ഷേ എനിക്കപ്പോൾ പിന്നെ ഒരു അവഗണനയായിരുന്നു. ഞാൻ പോയി. പക്ഷേ അദ്ദേഹം പറയാണ്, ഞാൻ സുന്ദരനായിട്ട് എഴുതും, സുന്ദരമായിട്ട് വരക്കും, നന്നായി എഴുതും, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പോയിട്ട് തൗറാത്ത് ഞാൻ പകർത്തി, അറിവിൽപ്പെട്ട തൗറാത്ത് പകർത്തി. പക്ഷെ ഞാൻ അതിൽ പലതും കൂട്ടി, പലതും ഉള്ളതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? കുറച്ച്. എന്നിട്ട് ഞാനത് കൊണ്ടുപോയിട്ട് പിന്നെ പുരോഹിതന്മാർക്ക് കൊടുത്തു, ജൂത പുരോഹിതന്മാർക്ക് കൊടുത്ത്. അവരിൻ്റെ എഴുത്തിൻ്റെ ഭംഗി കണ്ടത് ഹൃദ്യമായിട്ട് സ്വീകരിച്ച് വെച്ച് അതിൻ്റെ അടുത്ത് നിന്ന് അവർ സ്വീകരിച്ചു. അതേപോലെ തന്നെ ബൈബിളും ചെയ്തു, ഇഞ്ചിയിലും ചെയ്തു. ഞാൻ ഏറ്റി കുറച്ചിട്ടാണ് എന്നെ എഴുതിയത്. പക്ഷേ ആ എഴുത്തിൻ്റെ ഭംഗി കണ്ടിട്ട് എന്ത് ചെയ്തു? അവരതിൽ നിന്ന് സ്വീകരിച്ച് വെച്ചു. പക്ഷേ ഞാൻ വിശുദ്ധ ഖുർആൻ അങ്ങനെ എഴുതി, ഏറ്റി കുറച്ചു. എന്നിട്ട് ഞാൻ വറാഖീങ്ങളുടെ അടുക്കൽ കൊണ്ടുപോയി. വറാഖ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ കടലാസ് വാങ്ങുന്ന ആളുകൾ ഉണ്ടല്ലോ, അന്നത്തെ സാധാരണ മനുഷ്യന്മാർ അവർക്ക് കൊണ്ടുപോയി കൊടുത്ത്. എന്നിട്ട് ഞാൻ ഇതാ ഖുർആൻ എഴുതിയെന്ന് പറഞ്ഞാൽ ഭംഗിയിൽ എഴുതിയിട്ട് കൊടുത്തപ്പോൾ അവർ അത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ ഇതിൽ ഖുർആനിലില്ലാത്തത് കുറേ ഉണ്ട്, ഉള്ള ഭാഗം കുറേ വിട്ടിട്ടുണ്ട്. അവരത് വലിച്ച് പിന്നെ നശിപ്പിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി എനിക്ക് മനസ്സിലായി പിന്നെ ഈ വിശുദ്ധ വേദത്തിൻ്റെ പ്രാമാണികത, ഈ വിശുദ്ധ വേദം സുരക്ഷിതമാണ് എന്നുള്ള വിഷയം. അങ്ങനെ ഇത് ഇസ്ലാമിനെ ഞാൻ ഇങ്ങനെ പരീക്ഷിച്ചിട്ട് ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ വരുന്നത് എന്ന് ഖലീഫ മഅ്മൂനോട് അയാൾ പറയുണ്ടായിരുന്നാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കാൻ ഈ വറാഖീങ്ങളെ വരെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് കലാകാലങ്ങളിൽ, എല്ലാ കാലങ്ങളിലും അൽഹംദുലില്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഫീദുൻ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്, എല്ലാം അറിയുന്ന, എല്ലാത്തിനും കഴിയുന്ന ഹഫീദായ അള്ളാഹുവാണ് നമ്മുടെ നാഥൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പല മുസ്ലിമീങ്ങൾക്കും ആ ഒരു ധാരണ അള്ളാഹുവിനെ കുറിച്ചില്ല. ഈ ധാരണയൊക്കെ ഉള്ളത് പല പടപ്പുകളെ കുറിച്ചാണ്. മാനസിക രോഗികളെക്കുറിച്ച് വരെ ഇമാതിരി വിശ്വാസമാണ് നമ്മളെ മുസ്ലിം സമുദായത്തിൽ പലർക്കും ഉള്ളത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.